ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് കഷ്ടതകളും രോഗങ്ങളും വന്നിട്ടുണ്ടോ? എന്തൊരു ചോദ്യമല്ലേ. അപ്പോഴൊക്കെ നിങ്ങൾ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാകും. എന്നാൽ കഷ്ടതകൾ ഒരാൾ ബൈബിളിൽ പറയുന്നുണ്ട്. അതാരാണെന്ന് അറിയാമോ? നമുക്കൊന്ന് നോക്കാം. കനാനിലെ അധികം ദൂരെ അല്ലാത്ത ഊസ് എന്ന ദേശത്താണ് യോബും യോബിന്റെ കുടുംബവും താമസിച്ചിരുന്നത്. യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനുമായിരുന്നു. ദൈവത്തിന് യോബിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. യോബിനും ദൈവത്തെ വളരെയധികം ഇഷ്ടമായിരുന്നു. എന്നാൽ യോബിന്റെ ജീവിതത്തിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാൾ ഉണ്ടായിരുന്നു. അതാരാണെന്ന് അറിയാമോ? പിശാചായ സാത്താൻ തന്നെയായിരുന്നു. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവൻ വെറുക്കുന്ന ഒരു ദുഷ്ടനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദാമിനെ ഹവ്വയും ദൈവത്തിൽ നിന്ന് അനുസരണക്കേട് കാണിപ്പിക്കാൻ സാത്താൻ ഇടവരുത്തി. അതുപോലെ യോബിനെയും അങ്ങനെ ചെയ്യിപ്പിക്കാമെന്ന് സാത്താൻ വിചാരിച്ചു. അതിന് സാത്താന് കഴിഞ്ഞോ? നമുക്കൊന്ന് നോക്കാം. കൂട്ടുകാരെ, ഒരിക്കൽ സാത്താൻ പമ്മി ദൈവത്തിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, യോബ് ദൈവഭക്തനൊക്കെ തന്നെ. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ അവന് സമ്പത്തൊക്കെ ഇട്ട് നിറച്ചു കൊടുത്തേക്കല്ലേ, അതൊക്കെ ഒന്ന് എടുത്തു മാറ്റി നോക്ക്. അവൻ നിന്നെ ഒന്ന് തള്ളി പറയുന്നതാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, ഓ ശരി, നീ അവനുള്ളതെല്ലാം എടുത്തു മാറ്റിക്കോ. നിനക്ക് ചെയ്യാൻ പറ്റണ എല്ലാം അവന്റെ മേൽ ചെയ്തു. പക്ഷേ അവന്റെ പ്രാണനിൽ മാത്രം നീ കൈവയ്ക്കരുത്. കൂട്ടുകാരെ, അധികം വൈകാതെ തന്നെ സാത്താൻ ഓരോരോ ശോധനകളുമായി യോബിനെ പരീക്ഷിക്കാനെത്തി. ആദ്യം തന്നെ ആടുമാടുകളെ മോഷ്ടിച്ചോണ്ടുപോയി, ഒട്ടകങ്ങളെ കൊന്നുകളഞ്ഞ്, തന്റെ സ്നേഹനിധികളായ 10 മക്കളെ കൊടുങ്കാറ്റടിപ്പിച്ച് കൊന്നുകളഞ്ഞു. പാവ യോബ്. യോബിന്റെ കൈകളും കാലുകളും വൃണങ്ങളാൽ കൊണ്ട് നിറയിച്ചു. പാവം. അപ്പോഴാണ് യോബിന്റെ ഭാര്യ യോബിനോട് വന്ന് പറയുന്നത്, ഹേ മനുഷ്യ, ദൈവത്തിൽ നിന്ന് വിശ്വാസം ഇങ്ങനെ മുറുകെ പിടിച്ച് നരകിച്ചിരിക്കാതെ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോയി മരിച്ചു കളക. എന്നാൽ യോബ് അങ്ങനെ ഒന്നും വിചാരിക്കുന്നില്ല. തന്റെ ഭാര്യയെ ശാസിക്കുകയാണ് ചെയ്തത്. ഹേ, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. ദൈവത്തിൽ നിന്ന് നന്മ കൈകൊള്ളുന്നു, തിന്മയോ കൈകൊള്ളരുതോ? തന്റെ 3 കൂട്ടുകാർ വന്ന് യോബിനോട് പലതും സംസാരിക്കുന്നു. എന്നാൽ യോബ് ദൈവത്തെ തള്ളി പറയുകയോ തന്റെ വിശ്വാസം കളയുകയോ ചെയ്തില്ല. കൂട്ടുകാരെ, ദൈവം യോബിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തു. ആടുമാടുകളെ കൊടുത്തു, ഒട്ടകങ്ങളെ കൊടുത്തു, തന്റെ സ്നേഹനിധികളായ 10 മക്കളെ ദൈവം തിരിച്ചു കൊടുത്തു. തന്റെ കൈകളും കാലുകളും വൃണങ്ങളെല്ലാം മാറ്റി പുതിയൊരു ആരോഗ്യമുള്ള ശരീരം ദൈവം കൊടുത്തു. പ്രിയ കൂട്ടുകാരെ, സാത്താൻ നമ്മളെ പരീക്ഷിക്കാൻ ഓരോരോ ശോധനകളുമായി എത്തും. എന്നാൽ നമ്മൾ ദൈവത്തെ തള്ളിപ്പറയോ നമ്മുടെ വിശ്വാസം കളയുകയോ ചെയ്യരുത്. എന്നാൽ നമ്മളുടെ ദൈവം നല്ലപോലെ അനുഗ്രഹിക്കുകയും കൃപകൾ തരുകയും ചെയ്യും. നന്ദി, നമസ്കാരം.